إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും പ്രിയം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഈദുൽ ഫിത്ർ ആശംസകൾ നേരുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഏറെ അനുഗ്രഹീതമായ ഒരു മാസത്തെ സ്വീകരിക്കുവാനും ആ മാസത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കുവാനും അവസരം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. പരിശുദ്ധ റമദാനിൽ നാം വലിയ ഒരു കൊട്ടാരത്തിന്റെ പണിയിലായിരുന്നു, ആത്മീയമായ കൊട്ടാരത്തിൽ. ധാരാളം സൽക്കർമ്മങ്ങൾ, നന്മകൾ മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം നാം ചെയ്തവരാണ്. ആ ആത്മീയതയുടെ ആ കൊട്ടാരത്തെ ഈ ഒരു സുദിനം കൊണ്ട്, പെരുന്നാളെന്ന ഈ ഒരു സുദിനം കഴിയുമ്പോഴേക്കും അതിനെ തകർത്ത് കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഒരു കൊട്ടാരം അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ അതിനെ തകർക്കാൻ നിമിഷങ്ങൾ മതി എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം ഓരോരുത്തരും നേടിയെടുത്ത ഈ ഒരു വിശുദ്ധി അത് നിലനിർത്താൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ റമദാൻ ഒരു പരിശീലന കളരിയായിരുന്നു. ആ ചൈതന്യം ജീവിതകാലം മുഴുവനും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഒരു സൽക്കർമ്മം, ഒരു പ്രവൃത്തി അല്ലാഹു സ്വീകരിച്ചു എന്നതിന്റെ ലക്ഷണമായി പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. മിൻ അലാമത്തി ഖബൂലിൽ ഹസനത്തിൽ ഹസനതു ബഅദഹാ. ഒരു സൽക്കർമ്മം സ്വീകരിക്കപ്പെട്ടതിന്റെ അടയാളം ആ സൽക്കർമ്മത്തിന് ശേഷം മറ്റൊരു സൽക്കർമ്മങ്ങൾ കൂടി ചെയ്യാൻ സാധിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅബ്ദു റബ്ബക ഹത്താ യഅതിയക യഖീൻ.
യഖീനെത്തുന്നത് വരെ പ്രവർത്തന പദത്തിലുണ്ടായിരിക്കണമെന്നതാണ്. യഖീൻ എന്ന് പറഞ്ഞാൽ മരണം തൊണ്ടക്കുയിലെത്തുന്നത് വരെ നാം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കേണ്ടവരാണ്, വിശ്രമിക്കേണ്ടവരല്ല എന്നതാണ്. നമ്മൾ പരിശുദ്ധ റമളാനിൽ മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ പലരും പ്രാവർത്തികമാക്കിയവരാണ്. അത് റമളാൻ അവസാനിക്കുന്നതോടുകൂടി നിലച്ചു പോകാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിന്റെ പാരായണം, ജമാഅത്ത് നമസ്കാരങ്ങൾ, തറാവീഹ് നമസ്കാരം, ഇങ്ങനെയുള്ളതെല്ലാം ഈ സൽക്കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ, ഇതെല്ലാം ഇനിയും നമ്മളിൽ നിന്ന് ഉണ്ടായിരിക്കണം. അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അതെ, നമ്മളിൽ നിന്ന് നിലച്ചു പോയാൽ നമ്മൾ ഇതുവരെ ചെയ്തു പോയ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്നാണ്. സ്വീകരിച്ചു എന്നതിന്റെ തെളിവുള്ളത് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ അത് വീണ്ടും തുടർന്നു പോകുക എന്നതാണ്. മാത്രമല്ല, കുൻ റബ്ബാനിയൻ, ഭക്തി എന്നത് റമളാനിൽ മാത്രം ഉണ്ടാകുന്ന കാര്യമല്ല. തഖ്വ എന്നത്, സൂക്ഷ്മത എന്നത് അത് റമളാനിൽ മാത്രം ഉണ്ടാകേണ്ടുന്ന കാര്യമല്ല. ആരാധനകൾ റമളാനിൽ മാത്രം ഉണ്ടാകേണ്ട കാര്യമല്ല. റമളാനിൽ മാത്രമല്ല നന്മകൾ ചെയ്യേണ്ടത്, മറിച്ച് പരിശുദ്ധ റമളാനിന് ശേഷവും അത് തുടർന്നു പോകണം എന്നതാണ്. കുൻ റബ്ബാനിയൻ വലാ തകുൻ റമളാനിയ, നീ ഒരു റബ്ബാനിയാകണമെന്നാണ്. അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനായി മാറണം. എന്നാൽ വലാ തകുൻ റമളാനിയൻ, നീ ഒരിക്കലും റമളാനിന്റെ ആളായി മാറരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ റമളാനിൽ മാത്രം പ്രവർത്തനം ചെയ്യുന്ന ആളായി മാറരുത്. അള്ളാഹുവിന്റെ ആളായി, അള്ളാഹുവിന്റെ ദാസനായി മാറുന്ന ആളാകണം. തുടർന്നും റമളാനാണെങ്കിലും റമളാനിലല്ലെങ്കിലും പരിശുദ്ധ റമളാനിൽ നമ്മൾ ആർജിച്ചെടുത്ത നന്മകൾ തുടർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണമെന്നാണ്. റമളാനിൽ നാം ശ്രദ്ധിച്ച ചില ഇബാദത്തുകൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും ശ്രേഷ്ഠമുള്ളതാണ് നമസ്കാരത്തിലെ കൃത്യനിഷ്ഠത എന്നത്. അല്ലേ, പള്ളിയിൽ പോയുള്ള ജമാഅത്ത് നമസ്കാരം നമ്മൾ ഒരു വക്ത് പോലും ഖളാവാതെ, അല്ലെങ്കിൽ ഒരു വക്ത് പോലും ജമാഅത്ത് നഷ്ടപ്പെടരുത് എന്ന ആ ഒരു വാശിയും ആ ഒരു വീറും നമുക്കുണ്ടായിരുന്നു. അത് നമ്മൾ നിലനിർത്തണം. ജമാഅത്ത് നമസ്കാരത്തിന്റെ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. സ്വലാത്തുൽ ജമാഅത്തി തഫല്ലലു സ്വലാത്തുൽ ഫർദി ബി27 ദറജ. ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമാണ്, ശ്രേഷ്ഠതയാണ് ജമാഅത്ത് നമസ്കാരത്തിനുള്ളത്. അത് പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, നമ്മൾ അത് നിലനിർത്തുകയും അത് നഷ്ടപ്പെട്ടു പോകുന്ന കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകരുത്. രണ്ടാമതായി പരിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണവും. പല തവണ ഖുർആൻ ഓതി തീർത്ത് ഖതം തീർത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വിശ്വാസികളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്നത് ഖുർആനുമായുള്ള ബന്ധമാണ്. റമളാനിൽ നാം ഖുർആൻ ധാരാളമായി ഓതുകയും, എന്നാൽ അത് ആ മാസത്തിന് ശേഷം ആ മാസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യമല്ല. റമളാനിന് ശേഷവും തുടർന്നും പരിശുദ്ധ ഖുർആനുമായി അതിന്റെ ഖുർആനിന്റെ ആളുകളുണ്ടെങ്കിൽ ബന്ധം നമുക്കുണ്ടായിരിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകൾ, നിങ്ങളിൽ ഏറ്റവും അഫ്ളലായ ശ്രേഷ്ഠവാന്മാർ ആരാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് അത് മൻ തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിക്കുന്നവരാണ് എന്നാണ്. ഒന്നെങ്കിൽ ഖുർആൻ പഠിക്കുന്നവരാകണം, അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളാകണം. ഇതിന്റെ ഈ രണ്ടിലല്ലാതെ മൂന്നാമത്തെ ഒരു വിഭാഗത്തിൽ നമ്മൾ പെടാൻ പാടില്ല. ഖുർആൻ പഠിക്കുകയില്ല, പഠിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ആ മൂന്നാമത്തെ വിഭാഗം ആളുകളിൽ നമ്മൾ ഉണ്ടാകരുത്. നമ്മുടെ മസ്ജിദുകളിലോ നമ്മുടെ ഈ പരിസരങ്ങളിലോ ഖുർആൻ പഠിപ്പിക്കുന്ന ഖിയത്തിന്റെ സെന്ററുകൾ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ഹാജരായിരിക്കണം. അതില്ലെങ്കിൽ അതുണ്ടാക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നതുകൂടെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ സഹോദരങ്ങളെ, ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു, റമളാൻ അല്ലാത്ത കാലത്തും അല്ലാത്ത മാസവും, റമളാൻ അല്ലാത്ത കാലത്തും അതുപോലെ എല്ലാ മാസവും ഖുർആൻ പലതവണ ഖത്തം തീർക്കുന്ന ശീലം മഹാരഥന്മാരായ പണ്ഡിതന്മാർക്കുണ്ടായിരുന്നു എന്നാണ്. നമ്മുടെ അവസ്ഥ എന്താണ്? പരിശുദ്ധ റമളാൻ വരുമ്പോൾ മാത്രം ഖുർആനുമായി ബന്ധമുണ്ടാവുകയും ഖുർആൻ ഖത്തം തീർക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ.
എന്നാൽ പരിശുദ്ധ റമദാൻ അവസാനിച്ചതോടുകൂടി ആ പരിശുദ്ധ ഖുർആൻ അടച്ചു വെക്കുന്ന ആളുകളായി മാറരുത്. അത് നമ്മൾ ഇനിയും ഖത്തം തീർക്കാൻ, പരിശുദ്ധ റമദാൻ കഴിഞ്ഞാലും ഓരോ മാസം കടന്നു പോകുമ്പോഴും നമ്മൾ കൂടുതൽ ഖത്തം തീർക്കുന്ന ആളുകളായി നമ്മൾ മാറണമെന്നതാണ്. മൂന്നാമതായി സഹോദരങ്ങളെ, സുന്നത്ത് നോമ്പുകളാണ്. ശവ്വാലിലെ 6 നോമ്പ് എന്നത് പരിശുദ്ധ റമദാൻ കഴിഞ്ഞു, ഇന്ന് ഇത് ആഘോഷിച്ചു. നാളെ മുതൽ ശവ്വാൽ 30 വരെയുള്ള ദിവസങ്ങളിൽ, നമുക്ക് ഇഷ്ടമുള്ള ദിവസങ്ങളിൽ 6 നോമ്പ് നോൽക്കാവുന്നതാണ്. ഏറ്റവും അഫ്ളൽ തുടർന്നുള്ള 6 ദിവസങ്ങളാണ്. അതിന്റെ ശ്രേഷ്ഠത എന്താണ്? അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നബി അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ സാമ റമളാന ثم അത്ബഅഹു 6 മിൻ ശവ്വാൽ കാന കസിയാമിദ് ദഹർ. ആരെങ്കിലും റമദാൻ നോമ്പ് അനുഷ്ഠിക്കുകയും പിന്നാലെ ശവ്വാലിലെ 6 നോമ്പ് കൂടി എടുക്കുകയും ചെയ്താൽ അത് കാലം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചവനെ പോലെയാണ് എന്നാണ്. ഒരു വർഷം മുഴുവനും നോമ്പ് അനുഷ്ഠിച്ചവനുള്ള പ്രതിഫലം അതിന് തുല്യമാണ് എന്നതാണ്. റമദാൻ 30 പൂർത്തിയാക്കി അല്ലെങ്കിൽ 29 പൂർത്തിയാക്കി ഇനി അങ്ങോട്ടുള്ള 6 ദിവസവും നോമ്പ് നോറ്റാൽ ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റതിന്റെ പ്രതിഫലമാണ് അത്തരം ആളുകൾക്ക് ലഭിക്കുന്നത് എന്നതാണ്. അതുപോലെ തന്നെ സുന്നത്തായ നോമ്പുകൾ തിങ്കളാഴ്ച ദിവസം, വ്യാഴാഴ്ച ദിവസം, ആഴ്ചയിൽ 2 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്ന ശീലം നമുക്കുണ്ടായിരിക്കണം. അയ്യാമുൽ ബീദ് എല്ലാ അറബി മാസത്തിലെയും 13, 14, 15 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്ന ശീലം നമുക്കുണ്ടാകണം. അറഫ നോമ്പ് ദുൽഹിജ്ജ 9 ദിവസം നോമ്പനുഷ്ഠിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. മുഹറം 9, 10, അതുപോലെ ശഅബാൻ മാസത്തിലെ മിക്കവാറും ദിവസങ്ങളും ഇങ്ങനെയുള്ള സുന്നത്തായി പ്രവാചകൻ പഠിപ്പിക്കപ്പെട്ട, അവിടുന്ന് പ്രവാചകൻ കാണിച്ചു തന്ന സുന്നത്തുകളായ നോമ്പുകൾ നമ്മളിൽ ഉണ്ടാകണം. അതോടൊപ്പം ബിദ്അത്തായ ധാരാളം നോമ്പുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നമ്മളതിൽ ഉണ്ടാകരുത്. ബിദ്അത്ത് ഒഴിവാക്കുകയും സുന്നത്തിന്റെ ആളുകളായി മാറുകയും ചെയ്യണം എന്നതാണ്. നാലാമതായി പ്രിയമുള്ളവരെ, റമദാനിൽ നൽകിയതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കുന്നത് ആ ശീലം നമുക്കുണ്ടായിരിക്കണം. അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമൽ, അല്ലാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള, ഇഷ്ടമുള്ള, ഹുബ്ബുള്ള പ്രവർത്തനം എന്നത് അത് കുറവാണെങ്കിലും, അത് കുറച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും വഇൻ ഖല്ല സ്ഥിരമായി ചെയ്യുക എന്നതാണ്. ഒരാൾ 2 റക്അത്ത് നമസ്കാരം പള്ളിയിൽ കയറി വരുമ്പോൾ ചെയ്യുന്നുണ്ട്, അത് സ്ഥിരമായി ചെയ്യുക എന്നത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. ഒരാൾ സുന്നത്ത് നോമ്പ് ജീവിതത്തിൽ എടുക്കുന്നത്, സ്ഥിരമായി ചെയ്യുന്നത് അല്ലാഹുവിന് ഇഷ്ടമുള്ളതാണ്. എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ചെയ്യുക എന്നല്ല. അല്ലാഹുവിന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് കുറച്ചാണെങ്കിലും, അത് കുറവുള്ളതാണ് എങ്കിലും അത് സ്ഥിരമായി കൊണ്ടുപോവുക എന്നതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമെന്നത് നാം മനസ്സിലാക്കണം. സഹോദരങ്ങളെ, പാവപ്പെട്ടവനെ സഹായിക്കാൻ നമ്മുടെ ധാരാളം പദ്ധതികളുണ്ട്. ഇഷ്ടം യൂത്തിന്റെ കീഴിലുള്ള പദ്ധതിയാണ് പ്രീതി എന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ആളുകൾ, ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മുടെ സമൂഹങ്ങളിലുണ്ട്. നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ചോദിച്ചു വരാത്തവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. അവരെ ചേർത്ത് പിടിക്കാൻ, അവരെ സഹായിക്കാൻ, അവരെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സഹായിക്കണം. നമ്മുടെ മഹല്ലിൽ പാവപ്പെട്ട വീടുകളിൽ ഭക്ഷണം എത്തിക്കണം. മഹല്ല് അതിന് നേതൃത്വം നൽകണം. അതുപോലെ രോഗികളെ സഹായിക്കാൻ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് എങ്കിൽ അവരെ രക്ഷപ്പെടുത്തുവാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നത് നാം മനസ്സിലാക്കണം. അത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എങ്കിൽ അന്വേഷിച്ച് തേടിപ്പിടിച്ച് അവരെല്ലാം സഹായിക്കേണ്ടുന്ന ബാധ്യതകൾ നമുക്കുണ്ട്. അതേപോലെ സഹോദരങ്ങളെ, 5ാമതായി കുടുംബബന്ധം ചേർക്കുക എന്നതാണ്. ഈ ആഘോഷത്തിന്റെ ദിവസം മറന്നുപോകാൻ പാടില്ലാത്ത ഒന്നാണ് ബന്ധങ്ങൾ ചേർക്കുക എന്നത്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബബന്ധത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞതായി കാണാം, മൻ വസലി വസൽതുഹു വമൻ ഖതഅതി വമൻ ഖതഅതി ഖതഅതുഹു. നിന്നെ ചേർക്കുന്നവനെ ഞാൻ ചേർക്കും, നിന്നെ മുറിച്ചു കളയുന്നവനെ ഞാൻ മുറിക്കുമെന്നാണ്. അതായത് കുടുംബബന്ധത്തെ ചേർക്കുന്നവരാണ്
ആരാണോ അവരെ ഞാൻ ചേർത്ത് പിടിക്കുമെന്നതാണ്. ആരെങ്കിലും കുടുംബ ബന്ധത്തെ മുറിച്ചു കളഞ്ഞാൽ അവരുമായുള്ള ബന്ധം ഞാനും മുറിച്ചു കളയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, എത്രയോ ആളുകളാണ് കണ്ടാൽ മിണ്ടാത്ത, സലാം പറയാത്ത, തിരിഞ്ഞു നടക്കുന്ന ആളുകൾ. കുടുംബത്തിൽ ജ്യേഷ്ഠനനിയന്മാർ തമ്മിൽ കണ്ടാൽ മിണ്ടാറില്ല. അവർ പിണങ്ങി നടന്നിട്ട് പിണങ്ങിയിട്ട് വർഷങ്ങളായി. എന്റെ മയ്യിത്ത് പോലും നമസ്കരിക്കരുത് എന്ന് പോലും വസിയത്ത് നൽകുന്ന ആളുകളുണ്ട്. മാതാപിതാക്കളുമായി പിണങ്ങി നിൽക്കുന്നവർ, ഉപ്പയുമായി മിണ്ടാത്ത ആളുകൾ, അനിയനുമായി മിണ്ടാത്ത ആളുകൾ, പെങ്ങളുമായി മിണ്ടാത്ത ആളുകൾ, സ്വന്തം ചോരയോട് പോലും സംസാരിച്ചിട്ട് വർഷങ്ങളായിട്ട് നോമ്പ് നിൽക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, അത്തരം നോമ്പ് കൊണ്ട്, നമസ്കാരങ്ങൾ കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നതാണ്. അതുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. അല്ലാഹുമായുള്ള ബന്ധം അതിലാണ് എന്നതാണ്. മാത്രമല്ല, സ്വർഗപ്രവേശനം തടയപ്പെടുന്ന കാര്യമാണ്. കർശനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് താക്കീത് ചെയ്ത കാര്യമാണ് കുടുംബ ബന്ധം മുറിക്കുക എന്നത്. ലാ യദ്ഖുലുൽ ജന്ന, ഒരാളും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല ഹാതിമുൻ, കുടുംബ ബന്ധം മുറിക്കുന്നവരെന്നാണ്. സഹോദരങ്ങളെ, എന്ത് നന്മ ചെയ്തിട്ടുണ്ട്, എന്ത് കാര്യം നന്മ ചെയ്യുന്നതെല്ലാം സ്വർഗം ലഭിക്കാനാണ് എങ്കിൽ കുടുംബ ബന്ധം മുറിച്ചുകൊണ്ട് നന്മ ചെയ്താൽ നമുക്ക് എങ്ങനെ സ്വർഗം ലഭിക്കാനാണ്? അതുകൊണ്ട് ബന്ധം മുറിച്ചവരുണ്ട് എങ്കിൽ ഈഗോകളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ പരലോക രക്ഷയ്ക്ക്, സ്വർഗം നേടാൻ, നരകത്തിൽ രക്ഷപ്പെടാൻ ആദ്യം പോയി സലാം പറഞ്ഞ് കൈകൊടുത്ത് മാപ്പ് ചോദിക്കുവാനും പിണക്കങ്ങൾ മാറ്റുവാനും ഈ പരിശുദ്ധ റമദാനി കഴിഞ്ഞ് ഇതിലൂടെ കടന്നു പോകുമ്പോ ഇതിന്റെ ആശംസകൾ നേർന്ന് അതെല്ലാം മാറ്റിവെക്കാൻ ഈ ദിവസം അതിന് സാധിക്കണമെന്നതാണ്. അതേപോലെ സഹോദരങ്ങളെ, ഫോൺ ചെയ്യുവാനും അവരെ സന്ദർശിക്കുവാനും ആലിംഗനം ചെയ്യുവാനും മനസ്സ് തുറക്കുവാനും ഒരു വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് എങ്കിലും ചെയ്ത് ആ പിണക്കങ്ങൾ മാറ്റുവാനെല്ലാം നമ്മൾ ഈ ദിവസം അതിന് സമയം കണ്ടെത്തണം. അതുപോലെ സഹോദരങ്ങളെ, ലോക വിശ്വാസികളുടെ പ്രയാസങ്ങൾ ഈ ദിവസം നമ്മൾ മനസ്സിലാക്കണം. നമ്മളിവിടെ ആഘോഷങ്ങൾ നടത്തുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഫലസ്തീനിൽ, ഗാസയിൽ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ സഹോദരങ്ങൾ കണ്ണീരിലാണ്, പട്ടിണിയിലാണ്, പ്രയാസങ്ങളിലാണ്. അവരുടെ വേദനകൾ അത് നമ്മുടെ വേദനയായി മാറണം. അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ പ്രയാസങ്ങളായി മാറണം. കാരണം അവരുടെ വേദന നമ്മുടെ കൂടി വേദനയാകണമെന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ മുഅ്മിനീന ഫീ തവാദിഹിം വതറാജുമിഹിം വതആതുഫിഹിം മസലുൽ ജസദി ഇദാ ഇസ്തക മിൻഹു പരസ്പരം സ്നേഹിക്കലും കാരുണ്യം കാണിക്കലും അത് വിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. ഒരു ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് വേദന വന്നു കഴിഞ്ഞാൽ, പ്രയാസം വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിന്റെ മുഴുവൻ ഭാഗത്തും പനിച്ച് അതിന്റെ പ്രയാസം കാണിക്കും. അതുപോലെ വിശ്വാസികൾക്കിടയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അതിൽ നമ്മുടെ കൂടെ പ്രയാസമായി മാറണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും നമുക്ക് സാധിക്കണമെന്നതാണ്. അതോടൊപ്പം സഹോദരങ്ങളെ, നാം അറിയണം, ഇറാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ അറിയേണ്ടതാണ്. ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും അവിടെയുള്ള കലഹങ്ങളും അതിന്റെ പിന്നിൽ ആരാണ് എന്ന് വ്യക്തമാണ് ലോകത്തിന്. അമേരിക്കയും ഇസ്രായേലുമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിലും അവരുടെ ഗൂഢമായ തന്ത്രങ്ങൾ അതിലുണ്ട് എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. നിലവിൽ നാം വാർത്തകൾ സ്വീകരിക്കുന്ന എല്ലാ സ്രോതസ്സുകളും, എല്ലാ മീഡിയകളും അവരുടെ അധീനത്തിലാണ് എന്ന് നമ്മൾ അറിയണം. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കാതെയുള്ള അജ്ഞാതമായ വായനകൾ അപകടം ചെയ്യുമെന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് അറിവ് ആർജിച്ചുകൊണ്ടാണ്. ഏതെങ്കിലും ന്യൂസ് കേട്ട് ആരെങ്കിലും പറഞ്ഞുകൊണ്ടല്ല നിലപാട് സ്വീകരിക്കേണ്ടത്. ചരിത്രപരമായ അതിന്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ടത്. ഇറാനിൽ യുദ്ധത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഒരു നാടിന്റെ
അവകാശത്തിന് നേരെ കടന്നു ചെല്ലുന്ന ആ അവകാശത്തിന്റെ നേരെ കടന്നു കയറ്റമാണ് ഈ രണ്ട് രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത അക്രമമാണ് ഇസ്രായേലും അമേരിക്കയും ആ നാടിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പട്ടിണികൾ നടക്കുന്നു, അതുപോലെ അവിടെ കുട്ടികൾ പ്രയാസപ്പെടുന്നു, പ്രായമുള്ളവർ പ്രയാസപ്പെടുന്നു, സ്ത്രീകൾ അങ്ങനെ പലരും കൊല്ലപ്പെട്ടു പോകുന്നു. ആ നാടിന്റെ സമ്പത്തും സൗകര്യങ്ങളും നശിപ്പിച്ച് കൊള്ളയടിച്ചു പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപോകുന്നത്. അതോടൊപ്പം നാം ഈ രണ്ട് രാജ്യങ്ങളും അവർക്കെതിരെ നടത്തുന്ന ഈ ക്രൂരമായ അക്രമങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു തലമുണ്ട്. ഇറാൻ അതിന്റെ ഭരണം എന്നത്, അതിന്റെ ഭരണകൂടം എന്നത് ഷിയാ വിശ്വാസം പ്രകാരമാണ് അത് മുന്നോട്ട് പോകുന്നത്. ഷിയാക്കൾക്ക് മുസ്ലിങ്ങളുടെ വിശ്വാസമായി, അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമായി യാതൊരു ബന്ധവുമില്ല എന്നതും ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്. അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിമിന്റെ നിലപാട്, ഇസ്ലാമികേതരമായ ആശയത്തോട് നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് എന്താണോ അത് തന്നെയാണ് ഷിയാക്കളോടും നമ്മൾ സ്വീകരിക്കേണ്ടത്. ആരെയും നാം മഹത്വവൽക്കരിച്ച്, പ്രത്യേകിച്ച് ഏതെങ്കിലും ആളുകൾ കൊല്ലപ്പെടുമ്പോഴേക്ക് അവരെ ഷഹീദിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന ആ രീതി, ആ പ്രചാരണം മുസ്ലിങ്ങൾക്ക് ചേർന്നതേയില്ല എന്നത് നമ്മൾ അറിയണം. ശരിയായ ഇസ്ലാം അത് തകരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഷിയാക്കൾ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനെ കുറിച്ച് അവരുടെ വിശ്വാസം അവർ കുഫ്റിലാണ്, കാഫിറുകളാണ് എന്നാണ്, അവർ മുർത്തദാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പ്രവാചകന്റെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അവരുടെ വിശ്വാസം ആ മഹദി വ്യഭിചാരിണിയാണ് എന്നാണ്. ആ വിശ്വാസം പേരുന്ന ആളുകൾ മരിച്ചാൽ എങ്ങനെയാണ് സഹോദരങ്ങളെ ഷഹീദിന്റെ സ്ഥാനത്ത് എത്തുക? പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഓതുന്ന പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആനിൽ ഇനിയും 1,70,000 ആയത്തുകൾ ഖുർആനിൽ ഇനിയുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അവർ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ അടുക്കലേക്ക് വഹയുമായി വന്നപ്പോ അലി റളിയല്ലാഹു അൻഹു വഹി ലഭിക്കേണ്ടത്. അലി റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വരേണ്ട ജിബ്രീൽ വഹി മാറിക്കൊണ്ടാണ് പ്രവാചകന്റെ അടുക്കലേക്ക് വന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് അവർ. ഇത്തരം വിശ്വാസങ്ങൾ പേറി നടക്കുന്നവരാണ് ഖുർആനിലുള്ളത് എന്ന ആ ഒരു സത്യം കൂടെ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ കാവൽക്കാരാണ് ഖുർആൻ എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ സാധ്യമല്ല. പരിശുദ്ധമായ മക്കയിലേക്ക് പോലും, ഹറമിലേക്ക് പോലും അവിടെ രക്തം ചിന്താൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ്. അവിടെ പോലും രക്തം ചിന്തിയവരാണ് ഖുർആനിലെ ഷിയാക്കൾ എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരോട് ഇതൊരു അഡിക്ഷനാണ്. നമ്മൾ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയും, അതുപോലെ അതിനേക്കാളും ഭീകരമായ അഡിക്ഷനാണ് സോഷ്യൽ മീഡിയകൾ. കുട്ടികളുടെ ഇതുമായി ബന്ധപ്പെട്ട ഉപയോഗങ്ങൾ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. ആദ്യം ആരംഭിക്കേണ്ടത് മുതിർന്നവരിൽ നിന്നാണ്. മാറ്റേണ്ടത് നമ്മളാണ്. നമ്മൾ മാറിയാൽ നമ്മുടെ മക്കളും മാറും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികൾക്കുണ്ടാകുന്ന അതുമായി ബന്ധപ്പെട്ട വയലൻസുകൾക്കും അവർ ചെന്ന് ചാടുന്ന സെക്ഷൽ പ്രശ്നങ്ങൾക്കുമെല്ലാം അടിസ്ഥാനപരമായ കാരണം സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വർദ്ധിച്ചു വന്നതുകൊണ്ടാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ധാരാളം പരിഹാര മാർഗങ്ങളുണ്ട്. ആ പരിഹാര മാർഗങ്ങൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അതോടൊപ്പം സ്ത്രീകൾ, പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങളോടുള്ള നിർദ്ദേശം ഇസ്ലാമിന്റെ മൂല്യങ്ങൾ കുടുംബത്തിൽ വളർത്തുന്ന അതിന്റെ ആ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന സ്ത്രീകളായി വളരാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ചും കുടുംബത്തിൽ ഇസ്ലാമികമായ മൂല്യങ്ങൾ വളർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് നിങ്ങൾക്കാണ് എന്നതാണ്. മക്കളെ ദീനിയായ ചിട്ടയിൽ വളർത്തുവാനും വീടുകളിൽ അല്ലാഹുവിന്റെ സ്മരണകൾ നിലനിർത്തുവാനും സഹോദരിമാരെ നമുക്ക് സാധിക്കണം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാന്യമായ വസ്ത്രം ധരിക്കണം. ഹിജാബ് ധരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ആളുകൾ ആകർഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നമുക്കുണ്ടാകരുത്. ഇസ്ലാം അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞ വസ്ത്രധാരണ രീതി നമുക്കുണ്ടാകരുത്. കാരണം നാളെ നരകത്തിലേക്ക് പോകുന്ന ആളുകളാണ്. അവർ നരകത്തിന്റെ വാസന പോലും ലഭിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ടൈറ്റ് ഫിറ്റായ വസ്ത്രം ധരിക്കുന്ന, ജീൻസ് ധരിക്കുന്ന, ടീഷർട്ട് ധരിക്കുന്ന പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്ന ആളുകളെ പ്രവാചകൻ പ്രത്യേകം ശപിച്ചതായി കാണാൻ സാധിക്കും. അവർക്ക് ലാ യദ്ഖുലുൽ ജന്ന വലാ യജിദുന റീഹഹാ, ആ സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും ലഭിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ള യുവാക്കളെ, പ്രിയമുള്ള മക്കളെ, നമ്മൾ മനസ്സിലാക്കി
മനസ്സിലാക്കേണ്ടത് നമ്മുടെ യൗവനം, നമ്മുടെ വിലപ്പെട്ട യൗവനം അത് അല്ലാഹുവിന്റെ വലിയ നിയമത്താണ്, അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. അത് വെറുതെ കളയാനുള്ളതല്ല. ആ യുവത്വത്തെ, ആരോഗ്യമുള്ള സമയത്തെ, ആ നമ്മുടെ നല്ല നല്ല ആ ദിവസങ്ങളെ, നല്ല നമ്മുടെ ചുറുചുറുക്കുള്ള ഈ സമയത്തെ അല്ലാഹുവിന്റെ മാർഗത്തിന് വേണ്ടി ചെലവഴിക്കാൻ സാധിക്കണം. സോഷ്യൽ മീഡിയയുടെയും അതുപോലെ ലഹരിയുടെയും തെറ്റായ വഴികളിൽ നിന്ന് നമ്മൾ അതിനെ സൂക്ഷിക്കുകയും അതിനെ ശ്രദ്ധിക്കുകയും ചെയ്യണം. സമയത്തെയും ആരോഗ്യത്തെയും നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുമെന്ന ആ കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ഊർജ്ജം അത് ദീനിന് വേണ്ടി ആയിരിക്കണം. നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അത് അല്ലാഹുവിന്റെ മാർഗത്തിലായിരിക്കണം. കൂലി കിട്ടാൻ, പ്രതിഫലം ലഭിക്കുന്ന കാര്യമായിരിക്കണം നമ്മൾ ഷെയർ ചെയ്യേണ്ടതും നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതെല്ലാം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരലോകത്തെ മറന്നുകൊണ്ട് ഒരിക്കലും പ്രവർത്തിക്കരുത്. മരണത്തിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും നമ്മൾ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ മരണത്തിലേക്ക് അടുത്തടുത്ത് പോവുകയാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. എപ്പോഴും അവസാനിക്കും എന്ന ആ ഒരു മുന്നറിയിപ്പ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ കൂടെ ഇന്നലകൾ ഉണ്ടായിരുന്നവർ ഇന്ന് കബറുകളിലാണ് എന്ന ആ ഒരു ഓർമ്മ നമുക്കുണ്ടാകണം. നാളെ നമ്മളും അവരോടൊപ്പം പോകേണ്ടവരാണ്. പരലോകമുണ്ട്, അവിടെ വിചാരണയുണ്ട്, സ്വർഗവും നരകവുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ രഹസ്യങ്ങളും പരസ്യവുമായ കാര്യങ്ങൾ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുമെന്ന ഓർമ്മ നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ പരസ്യമായ ജീവിതത്തെക്കാളും ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ രഹസ്യമായ ജീവിതത്തിലായിരിക്കേണ്ടതുണ്ട്. കാരണം നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ദുനിയാവിൽ ആരെയെല്ലാം കാണാതെ, നമ്മുടെ ഉമ്മയെ, ഉപ്പയെ, മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ, അയൽവാസികളെ, നാട്ടുകാരെ എല്ലാവരെയും കാണാതെ നമ്മൾ ചെയ്ത പോയ തെറ്റുകളുണ്ടാകും. അവരൊന്നും കാണരുത് എന്ന്, അറിയരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ച തെറ്റുകളുണ്ടാകും. അതെല്ലാം നാളെ പരലോകത്ത് എല്ലാവരുടെ മുന്നിലും അല്ലാഹു വിചാരണയ്ക്ക് കൊണ്ടുവരുമെന്ന ആ ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് മരണത്തെ മറന്നുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈദിന്റെ സുന്നത്തിനത്തിൽ നമ്മൾ ചെയ്തു പോയ നന്മകളെ തകർത്ത് കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരിൽ നിന്ന് നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തിന്മകളും തെറ്റുകളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. പരിശുദ്ധ റമദാനിൽ ഞങ്ങൾ ചെയ്തു പോയ ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ഞങ്ങളുടെ ഖിയാമുലൈലുകൾ, ഞങ്ങളുടെ തറാവീഹുകൾ, ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് ഞങ്ങൾ പ്രയാസപ്പെട്ടെടുത്ത ഞങ്ങളുടെ പരിശുദ്ധ റമദാനിൽ നോമ്പ് ഇതെല്ലാം നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ ജന്മങ്ങളും നാളെ പരലോകത്ത് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾ ഇന്ന് വിട്ടുപോയവരുണ്ട്. ഞങ്ങളുടെ അവരുടെ കബറിടങ്ങളെ വിശാലമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ നാട്ടുകാരും അയൽവാസികളും കൂട്ടുകാരുമെല്ലാം ഉണ്ട്. അവരെല്ലാം ഞങ്ങളെയും അവരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. പീഡിതരായ വിശ്വാസികൾക്ക് നീ മോചനം നൽകണേ റഹ്മാനെ. ലോകത്ത് സമാധാനം നിലനിർത്തണേ റഹ്മാനെ. അസമാധാനം ഉണ്ടാക്കുന്നവരുടെ പതനങ്ങൾ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ റഹ്മാനെ. സഹോദരങ്ങളെ, അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പരസ്പരം കണ്ട് ഈ ദിവസം കൈമാറേണ്ടുന്ന ഒരു ആശംസ വചനമാണ് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അല്ലാഹു നമ്മളിൽ നിന്നും അവരിൽ നിന്നും നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ എന്നതാണ്. അല്ലാഹുവേ, ഈ ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ മുഴുവനും സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ തിന്മകളെല്ലാം മായ്ച്ചു കളയണേ റഹ്മാനെ. അല്ലാഹുമ്മ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് വ യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.